പ്രൈസ് ദ ലോർഡ്. എല്ലാ ആത്മീയ വിശ്വാസികൾക്കും നമസ്കാരം. ഇന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 6 അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്. അതായത് യേശുക്രിസ്തു മിനിസ്ട്രി ഓഫ് ഹെൽപ്പിൻ്റെ സമയത്ത് അദ്ദേഹം ഈ സബത്തിൻ്റെ ദിവസവും മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ഒരു കാര്യമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അകത്ത് ഒരു യഹൂദന്മാരുടെ കൈ ഉണങ്ങിയ ഒരു യഹൂദൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ സബത്തിൻ്റെ ദിവസം യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ചില നിയമങ്ങൾ യഹൂദന്മാരുടെ രീതി അനുസരിച്ച് തെറ്റിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വലിയ ദേഷ്യവും പ്രയാസവും ഉണ്ടാകുന്നു. അപ്പോൾ യേശുക്രിസ്തു അതിൽ അവരോട് മനസ്സിലാക്കി കൊടുക്കുന്ന ഇതാണ്, സബത്ത് എന്ന് പറയുന്നത് നിയമങ്ങളൊക്കെ നല്ലതാണ്, പക്ഷേ അത് കഠിനമായിട്ട് നമ്മളെ നമ്മളെ കൂടുതൽ മോശമാക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർക്ക് പരോപകാരം ചെയ്യുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചാണ് സബത്ത് ഓടിക്കേണ്ടത്. അല്ല നമ്മൾ സബത്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ഉപകരിക്കാതിരിക്കുകയും മറ്റുള്ളവരോട് ദയ കാണിക്കാതിരിക്കുകയും സ്നേഹം കാണിക്കാതിരിക്കുകയും ജീവിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ല. അതുകൊണ്ട് നമ്മൾ യഹോവയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ജീവനും ദയം കാണിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ അകത്ത് ലൂക്കോസ് സുവിശേഷം 6 അധ്യായം 1 തൊട്ട് 12 വരെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്ന 3 കാര്യങ്ങളാണ്. സബത്തിൻ്റെ ദിവസം ശിഷ്യന്മാർ ധാന്യങ്ങൾ ഒടിച്ച് തിന്നുന്നതായിട്ടുള്ള കാഴ്ചപ്പാടാണ് കാണിക്കുന്നത്. ഒന്ന്. രണ്ടാമത് കൈ ഉണങ്ങിയ ഒരു വ്യക്തിയെ സൗഖ്യം കൊടുക്കുന്നതാണ് കാണുന്നത്. മൂന്നാമത് യേശു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ആദ്യം സബത്തിൻ്റെ യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചെന്ന് ചിന്തിക്കാം. ശിഷ്യന്മാർ ഈ സുവിശേഷത്തിന് ശേഷം പോകുന്ന സമയത്ത് കൃഷിസ്ഥലത്ത് പാടത്തൂടെ പോകുമ്പോൾ അവിടെ കാണുന്ന ധാന്യങ്ങൾ പൊടിച്ച് വായിലിട്ട് കഴിക്കുന്നതായിട്ട് കാണുന്നത്. എന്താ വെച്ചാൽ വിശപ്പ് കയറിയപ്പോൾ അദ്ദേഹം അങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ ഇദ്ദേഹം ഈ പരീക്ഷന്മാർ കണ്ടിട്ട് അത് പറഞ്ഞു, ഇത് നിയമത്തിന് വിരുദ്ധമാണ്, യഹൂദൻ നിയമത്തിന് വിരുദ്ധമാണ്. അപ്പം യേശുക്രിസ്തു പറഞ്ഞു, ദാവീദ് രാജാവും ഇതുപോലെ തന്നെ ബലിപീഠത്തിൽ പണ്ടേ വെച്ചിരുന്ന ബലിക്ക് വേണ്ടി അർപ്പിക്കപ്പെട്ട് വെച്ചിരുന്ന റൊട്ടി എടുത്ത് കഴിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു, അവർക്ക് വിശപ്പ് കയറിയപ്പം. അപ്പോൾ ഇത് 1 ശമൂവേൽ 21 അധ്യായത്തിൽ ഇത് മൊത്തം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതും പ്രകാരം ഉണ്ടല്ലോ നമ്മൾ ഇന്നൊക്കെ മനസ്സിലാക്കേണ്ടത്, പരീക്ഷന്മാരും ശാസ്ത്രികൾക്കും അത് തെറ്റായിട്ട് തോന്നും, പക്ഷേ യേശുക്രിസ്തു അത് പറയുന്നത് ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ചാണ് സബത്തിന് ഉപയോഗിക്കേണ്ടത്. അതായത് മനുഷ്യൻ്റെ പുത്രൻ സബത്തിൻ്റെ ദൈവം കൂടിയാണ്. അതായത് യേശുക്രിസ്തു സബത്ത് ആർക്ക് വേണ്ടി ആചരിക്കുന്നത്? യേശുക്രിസ്തുവിന് വേണ്ടി. ആ യേശുക്രിസ്തു തന്നെയാണ് സാക്ഷാൽ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ സബത്തിൻ്റെ നിയമങ്ങൾ ആരെയാണ് പഠിപ്പിക്കുന്നത്? അപ്പോൾ അത് നമ്മൾ തെറ്റായ പഠിപ്പിലാണ് നമ്മളവിടെ നടത്തുന്നത്. അപ്പോൾ നമുക്ക് നിയമം ഉണ്ടല്ലോ മനുഷ്യന് വേണ്ടിയാണ്, മനുഷ്യൻ നിയമത്തിന് വേണ്ടിയല്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ശബത്ത് ആചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ മറ്റുള്ളവരോട് ആവശ്യങ്ങൾക്ക് അനുസരിച്ച് ദയ കാണിക്കുകയും സ്നേഹം കാണിക്കുകയും ചെയ്യാതെ നമ്മൾ നിയമത്തെ മേളിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമാണെന്നാണ് യേശുക്രിസ്തു പറഞ്ഞ് മനസ്സിലാക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 2 അധ്യായം 27 വാക്യത്തിൽ പറയുന്നത്, സബത്ത് മനുഷ്യന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നതാണ്, അല്ലാതെ മനുഷ്യൻ സബത്തിന് വേണ്ടി ഉണ്ടായതല്ല. അപ്പോൾ ഹോശയുടെ പുസ്തകത്തിൽ 6 അധ്യായത്തിൽ 6 വാക്യത്തിൽ പറയുന്നത്, യഹോവ പറയുന്ന, ഞാൻ ബലിയല്ല ആഗ്രഹിക്കുന്നത്, ഞാൻ ദയയാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പള്ളികളിൽ വന്ന് ആടുമാടുകളെ കൊണ്ടുവന്ന് ബലിയർപ്പിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥനകൾ നടത്തുന്നു, എല്ലാം ചെയ്യുന്നു, പൂജകൾ നടത്തുന്നു, അതെല്ലാം ചെയ്യും. പക്ഷേ ഒരാവശ്യം വരും ഒരാൾക്ക് ദയ കാണിക്കാതെ, ഒരാളോട് സ്നേഹം കാണിക്കാതെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ബലി ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറയുക. അപ്പോൾ ആദ്യം നമ്മൾ മറ്റുള്ളവരോട് ദയ കാണിക്കുക, അതിനുശേഷമായി ബലി അർപ്പിക്കുന്നതിൽ യഹോവ ഇഷ്ടപ്പെടുന്നുള്ളൂ. നമ്മുടെ രണ്ടാമത്തെ പോയിൻ്റ്, കൈ ഉണങ്ങിയ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുന്നതായിട്ട് 6ാമത്തെ പദം തൊട്ട് 11ാമത്തെ വാക്യം വരെ നമുക്ക് വേർഡ്സ് നമുക്ക് പഠിക്കാൻ. ഈ യേശുവിൻ്റെ അടുത്ത് സബത്തിൻ്റെ ദിവസം ഈ വ്യക്തി വരുന്നു. അദ്ദേഹത്തിൻ്റെ കൈ ഉണങ്ങിയതായിരുന്നു.
അത് യേശുക്രിസ്തു അദ്ദേഹത്തിന് സൗഖ്യം കൊടുക്കുന്നു. അപ്പോൾ ഇത് ശരിയാണോ എന്ന് പരീക്ഷകർ അത് ചോദിക്കുന്നു. അപ്പം സബത്തിൻ്റെ ദിവസം ചെയ്തത്. അപ്പോൾ യേശുക്രിസ്തു അത് അവർക്ക് മറുപടി കൊടുക്കുന്നു. സബത്തിൻ്റെ ദിവസം നിങ്ങളുടെ ആടുമാടുകൾ എവിടെയെങ്കിലും കുഴിയിൽ വീണാൽ അല്ലെങ്കിൽ അവർക്ക് വെള്ളം ദാഹിച്ചു കഴിഞ്ഞാൽ വെള്ളം കൊടുക്കത്തില്ലയോ എന്ന് ചോദിച്ചു. നിങ്ങൾ കുഴിയിൽ നിന്ന് എടുക്കത്തില്ലയോ എന്ന് ചോദിച്ചു. ഇപ്പം നമ്മുടെ ഒരു ശബത്ത് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾക്ക് പ്രയാസഘട്ടം വരുമ്പോൾ, വിഷമഘട്ടം വരുമ്പോൾ അവർക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് ഒരിക്കലും ശബത്തിന് വിപരീതമായിട്ടുള്ള കാര്യമല്ല നടക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. പക്ഷേ എന്നാലും പരീക്ഷർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവർക്കത് വലിയ ക്രോധമായി മാറി. യഹോവയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഉപകരിക്കുക എന്നുള്ളതാണ്. നമുക്ക് ശരിയായ കാര്യം ചെയ്യാൻ വേണ്ടി നമുക്ക് നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കണം. നമ്മൾ ശരിയായ കാര്യം ചെയ്യണത് എപ്പം കണ്ണിൽ വരുന്നോ അന്നേരം തന്നെ ഹെൽപ്പ് ചെയ്യണം. അല്ലാതെ അത് നിയമം ഇന്ന് അനുവദിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല എന്നാണ് യഹോവ പറയുന്നത്. നമ്മൾ മത്തായിയുടെ സുവിശേഷം 12 തൊട്ട് 12 വരെ പഠിക്കുമ്പോൾ സബത്തിൻ്റെ ദോഷി മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ശരിയാണെന്നാണ് യഹോവ പഠിപ്പിക്കുന്നത് നമ്മളെ. യാക്കോബിൻ്റെ പുസ്തകം 4-17 വാക്യത്തിൽ പറയുന്ന ഇങ്ങനെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ചെയ്യേണ്ടത് ആവശ്യമാണ് വരുന്നാൽ നമ്മളത് ചെയ്യാതിരുന്നാൽ അത് പാപമായി മാറുന്നു എന്നാണ് പറയപ്പെടുന്നത്. അപ്പം ഇത് നമ്മൾ ഒരാൾക്ക് ഉപകാരം ചെയ്യണമെന്ന് നമുക്ക് വഴി പോകുന്ന സമയത്ത് ഒരാൾ വീണ് കിടക്കുമ്പോൾ അദ്ദേഹത്തിന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം, അദ്ദേഹത്തിന് ഒരു ദാഹം വന്ന് വെള്ളം കൊടുക്കണം, അദ്ദേഹത്തിന് അത്യാവശ്യം വന്ന് ഇച്ചിരി പൈസ കൊടുക്കണം. ഇതൊന്നും നമ്മൾ കൊടുക്കാതെ നമ്മൾ സ്ഥലം വിട്ടേച്ച് ലാസ്റ്റ് നമ്മൾ ചെന്ന് പള്ളിയിൽ ചെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് യഹോവ കേൾക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വഴിയിൽ കാണുമ്പോൾ നമ്മുടെ കൺമുൻപിൽ കാണുന്ന വ്യക്തിക്ക് നമ്മൾ ഉപകാരം ചെയ്തേച്ച് വന്നിട്ട് വേണം പള്ളിയിൽ വരേണ്ടത്, അല്ലെങ്കിൽ യഹോവയെ പ്രാർത്ഥിക്കേണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. മൂന്നാമത്തെ പോയിൻ്റ്, യേശുക്രിസ്തു രാത്രി മൊത്തം പ്രാർത്ഥിക്കുന്നതിനെ പറ്റിയാണ് അവിടെ കാണുന്നത്. ഈ അദ്ദേഹം രാത്രി മൊത്തം യഹോവയായിട്ട് പ്രാർത്ഥനയിൽ മുഴുകി നിന്നു. അപ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഒരു നിരന്തരമായ ഒരു സമ്പർക്ക മാർഗമായിരുന്നു യഹോവയായിട്ട് എന്ന് പറയുമ്പോൾ നമ്മളെയും പഠിപ്പിച്ചിരിക്കുന്നത് എങ്ങനെയാണ്. നമുക്ക് യേശുക്രിസ്തുവും യഹോവയായിട്ടും സമ്പർക്കം വേണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് ആവശ്യമാണ്. ആ പ്രാർത്ഥനയെക്കൂടെ മുഴുകി നിന്നെങ്കിൽ മാത്രമേ നമുക്ക് യഹോവയായിട്ടുള്ള ബന്ധം നമുക്ക് പുലർത്തിയെടുക്കാൻ പറ്റത്തുള്ളൂ. യഹോവയായിട്ട് നമുക്ക് മാർഗദർശനം എടുക്കാൻ പറ്റത്തുള്ളൂ. യഹോവ നമ്മളെ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നിരന്തരമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ അത് നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടർ തന്നെ നമ്മൾ പറയും ഇന്ന മരുന്ന് കഴിക്കണം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയബറ്റീസ് ഉണ്ടാവും, റെഗുലർ കഴിക്കണം, എല്ലാ ദിവസവും അല്ലെങ്കിൽ പ്രഷർ ഉണ്ടാവും, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഉണ്ടാവും, അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളത് മരുന്ന് ഡെയിലി കഴിക്കുന്നുണ്ട്. പക്ഷേ ഏതെങ്കിലും ദിവസം നമ്മളത് വിട്ട് കഴിയുമ്പോൾ ആ ദിവസം നമുക്ക് ആ പ്രഷർ കൂടുന്നു, അല്ലെങ്കിൽ ഡയബറ്റീസ് കൂടുന്നു, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് മോശമാകുന്നു, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. അപ്പോൾ എന്ന് പറയുന്ന പോലെ നമ്മൾ ഡെയിലി നമ്മൾ പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുക, നമ്മൾ ഇതിൽ നിന്ന് മാറി നിന്ന് കഴിയുമ്പോൾ നിശ്ചയമായിട്ടും ആ സമയത്ത് യഹോവയായിട്ടും യേശുക്രിസ്തുവായിട്ട് നമ്മുടെ ഉള്ള ബന്ധങ്ങൾ അവിടെ വെച്ച് മാറിപ്പോവാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ആ ബന്ധം പുലർത്താൻ വേണ്ടി വീണ്ടും നമുക്ക് കൂടുതൽ ഊർജിതത്തോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കേണ്ട ആവശ്യം വരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമ്മളിത് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. പ്രാർത്ഥന വളരെ നിരന്തരമായ ആവശ്യമുള്ള ഒരു കാര്യമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് മർക്കോസിന്റെ സുവിശേഷം 1:35 വാക്യത്തിൽ പറയുന്നത് യേശു രാവിലെ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് പറയുന്നത് നമ്മളും ഇനി രാവിലെ എണീക്കുമ്പോൾ നിരന്തരമായിട്ട് പ്രാർത്ഥിക്കേണ്ട ആവശ്യം. 1 തെസ്സലോനിക്കൽ 5:17 വാക്യത്തിൽ പറയുന്നത് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണമെന്നാണ് പറയുന്നത്. നിരന്തരമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്തിനാണ്? നമ്മളെ നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചെങ്കിൽ നിരന്തരമായിട്ട് യഹോവയായിട്ടും യേശുക്രിസ്തുവായിട്ട് നമുക്ക് ബന്ധം ഉണ്ടാകത്തുള്ളൂ, ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധം പൊട്ടിപ്പോവും. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നമ്മൾ യഹോവയെ പ്രാർത്ഥിക്കാൻ നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ നമ്മൾ മുഴങ്ങി നിന്നുകൊണ്ട് നിരന്തരമായിട്ട് റെഗുലറായിട്ട് നിന്നെങ്കിൽ മാത്രമേ നമുക്ക് യേശുക്രിസ്തുവിനോട് യഹോവയുടെ എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് 3 കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിയമത്തിനേക്കാത്തി അധികം നമ്മൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ദയയാണ്. മറ്റുള്ളവരെ ദയ കാണിക്കുക എന്നുള്ളതാണ്. നിയമത്തിനെക്കാട്ടി കൂടുതൽ നമ്മൾ കൂടുതൽ മറ്റുള്ളവരെ ഉപകാരപ്പെടുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം. ജീവിതത്തിൽ പലരെയും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ആ സമയത്ത് നമ്മൾ ഉപകാരപ്പെട്ടു കൊടുക്കണം. അവർക്ക് ആ വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ചെയ്യണം. പ്രാർത്ഥന ജീവിതത്തിൻ്റെ ഒരു പ്രഥമ ഘടകമായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഡെയിലി എന്ന് ആഹാരം കഴിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രാർത്ഥിക്കാനും നമ്മളിപ്പം മറക്കല്ലോ. ഡെയിലി നമ്മൾ പ്രാർത്ഥനയിൽ നമ്മൾ ഇന്ന് നിൽക്കണം. യേശു സബത്തിൻ്റെ യഹോവയാണെന്ന് ദൈവമാകുന്നു എന്നുള്ളത് നമ്മൾ വിശ്വസിക്കണം. സബത്ത് ആർക്ക് വേണ്ടിയാണ്? യേശുവിന് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ സബത്ത് യേശുവിൻ്റെ മുൻപിൽ നമ്മൾ നിയമം പറഞ്ഞ്
എന്നാണ് നിൽക്കാതെ നമ്മൾ യേശുവിന് വേണ്ടിയാണ് സബത്ത് ആചരിക്കുന്നത് എന്നുള്ളത് വിശ്വസിച്ചുകൊണ്ട് യേശു എന്ത് നമ്മളോട് കർത്തവ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ വചനപ്രകാരം നമ്മൾ ചെയ്യുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഏതെങ്കിലും വ്യക്തി ധാർമ്മികമായ നിയമത്തിന് പാലനം ചെയ്യാതെ അതിനനുസരിച്ച് ജീവിക്കാതെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാതും നടന്നു കഴിഞ്ഞാൽ അത് യേശുവിൻ്റെ ശിക്ഷണത്തിന് വിപരീതമാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ എപ്പോഴും ചർച്ചിൽ പോകുന്നുണ്ട്, പക്ഷേ അയൽവക്കത്തുള്ളവർക്ക് ഏതെങ്കിലും ആവശ്യം വന്നാൽ അവർക്ക് ഉപകാരം ചെയ്യുന്നില്ല. അത് അങ്ങനെ ഉപകാരം ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ഇന്ന് എനിക്ക് സുഖമില്ല, അതുകൊണ്ട് ഞാൻ ഇന്ന് കിടന്ന് ഉറങ്ങുകയാണ്, ഞാൻ അയൽവക്കക്കാരനും ഉപകാരം ചെയ്യുന്നില്ല എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് യേശു ക്രിസ്തു അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് ആ വ്യക്തി പിന്നീട് യഹോവയുടെ നിയമത്തെ അയാൾ നിയമത്തിനെക്കാട്ടി മേളിൽ സ്നേഹവും ദയയുമാണ് എന്നുള്ളത് അയാൾ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം അയാൾ മാറ്റി അയൽവക്കക്കാരനെ അവൻ ഉപകരിക്കാൻ ശ്രമിച്ചു. അത് ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുക. ഇങ്ങനെ ചെറിയ കഥയിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലതവട്ടവും നമുക്ക് ഒരാളിനെ ഉപകരിക്കാൻ്റെ സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്ന് നല്ല പിക്ചർ കണ്ടേക്കാം, അല്ലെങ്കിൽ നല്ല ടി വി കണ്ടേക്കാം, അല്ലെ സ്പോർട്സ് മാച്ച് വരുന്നുണ്ട് അത് കണ്ടേക്കാം. അപ്പോൾ അങ്ങനെ കാണിക്കാതെ നമ്മൾ ആ സമയത്ത് മറ്റുള്ളവരുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം എന്നാണ് നമ്മുടെ ആവശ്യം. ശരിയായ ഭക്തി എന്ന് പറയുന്നത് മറ്റുള്ളവർ ഉപകരിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിൽ കൂടി നമുക്ക് ഈ വചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ 2-3 കാര്യങ്ങളാണ്. ദയം, മറ്റുള്ളവർക്ക് പരോപകാരവും പ്രാർത്ഥനയുമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാന ഘടകമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദയ എന്ന് പറയുന്നത് നിയമത്തിനേക്കാട്ടി വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരോപകാരം ഏത് സമയത്തും നമുക്ക് എപ്പോഴും ചെയ്യാൻ ആവശ്യമുള്ളതാണ്. അതുപോലെ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ മാത്രമേ നമുക്ക് ആത്മീയ ശക്തി എപ്പോഴും വളർന്നുകൊണ്ടിരിക്കത്തുള്ളൂ. അത് നമുക്ക് എപ്പോഴും കൂട്ടിക്കൊണ്ടിരിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ 35-ാമത്തെ ഈ ഉപവാസ ദിവസം നമ്മൾക്ക് 2-3 കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുക. ഞാൻ ഈ ആവശ്യമില്ലാത്ത നിയമത്തിന് അടിമയായി ജീവിക്കുന്ന വ്യക്തിയാണോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് നമുക്ക് ചിന്തിക്കേണ്ടത് ഞാൻ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. മൂന്നാമത് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ എൻ്റെ ജീവിതം പ്രാർത്ഥനയിൽ മുഴങ്ങി നിന്നുകൊണ്ട് ഞാൻ അതിനെ മുറുക്കി പിടിച്ചുകൊണ്ട് ഞാൻ അതിനെ ഉറച്ച് വിശ്വസിക്കുന്ന വ്യക്തിയാണോ പ്രാർത്ഥനയിൽ എന്നുള്ളത് കൊണ്ട് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് നമുക്ക് പഠിക്കേണ്ട ഇതാണ് ഈ വചനത്തിൽ കൂടെ നമുക്ക് പഠിക്കേണ്ടത്. അതായത് നമ്മൾ പ്രാർത്ഥിക്കേണ്ട ഈ വിധം, യഹോവേ എന്നെ നീ ദയയുള്ളവനാക്കി എൻ്റെ ഹൃദയം മാറ്റണം, നീ എന്നെ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യത്തക്ക രീതിയിലുള്ള ശക്തി എൻ്റെ ഹൃദയത്തിന് തരണം, എനിക്ക് കഴിഞ്ഞുള്ള കഴിവ് എനിക്ക് തരണം. അതോടൊപ്പം തന്നെ ഞാൻ പ്രാർത്ഥനയിൽ മുഴങ്ങി നിൽക്കുന്ന ഞാൻ ഉറച്ചു നിൽക്കുന്നവനായി തീരണം എന്നുള്ളത് എന്നെ പഠിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഞാൻ നിൻ്റെ ആഗ്രഹപ്രകാരം എനിക്ക് ജീവിക്കാനും നടക്കാനും എനിക്ക് നീ അവസരം തരണേ എന്നാണ് നമ്മൾ വേണം നമ്മുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കേണ്ടതും പ്രാർത്ഥിക്കേണ്ടതും. നമ്മൾ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 തൊട്ട് 12 വരെയിൽ നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നതാണ്. യഹോവ നിയമത്തെയല്ല, നമ്മുടെ ദയയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നമ്മൾ നിയമം ഒരു വഴിക്ക് പോക്കോട്ടെ, പക്ഷെ ദയയാണ് പ്രധാനപ്പെട്ട് നമ്മൾ ആഗ്രഹിക്കുന്നത് യഹോവ നമ്മൾ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യം, മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നത് ഒരിക്കലും തെറ്റല്ല എന്ന് നമ്മൾ പഠിച്ചിരിക്കണം. അതാണ് നമ്മുടെ പ്രാഥമികത എന്ന് നമ്മൾ ചിന്തിക്കണം. മൂന്നാമത്തെ, പ്രാർത്ഥനയിൽ നമ്മൾ ആത്മീയ ജീവനത്തിനെ നമ്മൾ ഉറപ്പിച്ച് വെച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിനെ മുൻപോട്ട് കൊണ്ടുപോകണം, ഉറച്ച ജീവിതമായി തീരണം. എങ്കിൽ നമ്മൾ അങ്ങനെ പ്രാർത്ഥന മുഴങ്ങി നിന്നുകൊണ്ട് വേണം നമ്മൾ ജീവിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കണം. ഈ വാചനം നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ കലീശയ്ക്കും നമ്മുടെ കേൾക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഇത് പ്രയോജനപ്പെടുകയായി തീരട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് ഉപകാരിയായി തീരുകയും മറ്റുള്ളവർ ദയുള്ളവരായി തീരുകയും സ്നേഹമുള്ളവരായി തീരുകയും ചെയ്യാനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ഗോഡ് ബ്ലെസ് ടു ഓൾ.